ഈ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഉപ്പ് കുറയ്ക്കണം. ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബിപി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിപി കുറയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ അതേസമയം പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ ഷുഗർ. ഷുഗർ എത്രമാത്രം ബിപി ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണമാവുന്നു എന്നുള്ളത്. ഷുഗർ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അങ്ങനെ കാർബോഹൈഡ്രേറ്റോ എക്സസ് ആയിട്ടുള്ള ഷുഗറായി മാറുന്നതാണെങ്കിൽ. അപ്പം ശരിക്കും പേഷ്യൻസ് ഈ കാര്യത്തെപ്പറ്റി എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ബി.പി, ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം ഒരു മെറ്റബോളിക് സിൻഡ്രോം, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ഒന്നിച്ചായിട്ടായിരിക്കും വരുന്നത്. ചിലർക്ക് ആദ്യം ബി.പി ആയിരിക്കും വരുന്നത്, ചിലർക്ക് ആദ്യം കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഷുഗർ ആയിരിക്കും വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഈവൻ ഷുഗറോ കഴിച്ചു കഴിയുമ്പം നമ്മളുടെ ഗ്ലൂക്കോസ് ഇൻസുലിൻ ലെവൽ കൂടും. ഗ്ലൂക്കോസ് കൂടും, ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻസുലിൻ വരും. ഈ ഇൻസുലിനാണ് നമ്മൾ ഈ കഴിച്ച ഗ്ലൂക്കോസിനെ ഉപയോഗത്തിൽ കൂടുതൽ ഉള്ളതിനെ കൊണ്ടുപോയി കൊഴുപ്പാക്കി മാറ്റി നമ്മുടെ ബോഡിയിൽ ആഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ കൊഴുപ്പ് കോശങ്ങളെ കൊണ്ട് സംഭരിക്കും. അത് നമുക്ക് അതിന് നമ്മളുടെ ഇൻസുലിന് പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ കൊഴുപ്പിൻ്റെ അളവ് കൂടി കൂടി വന്ന് ഇൻസുലിൻ ബാക്കി ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്. ഈ ഇൻസുലിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസുലിൻ സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും. നമ്മൾ ബി.പി ഉള്ളവരൊക്കെ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയുമല്ലോ. ഈ ഇൻസുലിൻ്റെ ഒരു നേച്ചറാണ് സോഡിയം നമ്മുടെ യൂറിനിൽ കൂടെ പോകാതെ അതിനെ മുഴുവൻ വയ്ക്കും. അപ്പം നമ്മുടെ ബ്ലഡ് വോളിയം കൂടും. ബ്ലഡ് വോളിയം കൂടുമ്പോൾ പ്രഷർ കൂടും. നമ്മുടെ ബ്ലഡിൻ്റെ നമ്മൾ 90% ഓഫ് ദ ബ്ലഡ് നമ്മൾ രക്തക്കുഴലുകളിലാണ്, ഹാർട്ടിനകത്ത് അധികം സംഭരിച്ചു വയ്ക്കുന്നില്ലല്ലോ. ഹാർട്ട് ചെറുതല്ലേ. അപ്പം നമ്മൾ 5 ലിറ്റർ ബ്ലഡ് ഉള്ളത് നമ്മൾ ഈ രക്തക്കൊഴലുകളിൽ കൂടി എപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് വേറെ ഒരിടത്ത് ഇരിക്കുകയല്ലേ തന്നെ. അപ്പം മൊത്തത്തിൽ ഈ സോഡിയത്തിൻ്റെ അളവ് കൂടുമ്പം മൊത്തത്തിൽ ബ്ലഡ് വോളിയം കൂടും, അപ്പോൾ പ്രഷർ കൂടും. അപ്പം അതുകൊണ്ടാണ് ഈ സോഡിയം കുറയ്ക്കണം എന്നുള്ളത് പറയുന്നത്. പക്ഷേ ആ സെയിം സോഡിയം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ്റെ അളവ് ബോഡിയിൽ കൂടുവാണെങ്കിൽ, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചോ അല്ലെങ്കിൽ ഷുഗർ കഴിച്ച് ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ വീണ്ടും പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.